ആ എന്താടോ? സാറിപ്പോൾ എവിടെയുണ്ട്? ഞാൻ ക്വാർട്ടേഴ്സിൽ. സാറേ, ഞങ്ങളവിടെ എത്തുന്നവരെ സാർ പുറത്തിറങ്ങരുത്. സൂപ്രണ്ട് നേഹ മാഡത്തിനെതിരെ എന്തേ ഇപ്പോൾ ഒരു അറ്റാക്ക് നടന്നതേ ഉള്ളൂ. സാറ് സൂക്ഷിക്കണം. എടാ, എന്നെ നോക്കാൻ എനിക്കറിയാം, മനസ്സിലായല്ലോ. ആ ഫോം വെക്കടോ. തുടർക്കുലയുടെ വേദിയായി വയനാട്. 3 ആഴ്ചക്കിടെ 3 കൊലപാതകങ്ങൾ. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ മഹാദേവന്റെയും പോലീസ് സ്റ്റേഷൻ അക്രമത്തിലൂടെ SI ബാബുരാജിന്റെയും കൊലപാതകത്തിന് ശേഷം CI വർക്കിയും കൊലപ്പെട്ടിരിക്കുന്ന ഭയാനകമായ ഞെട്ടിക്കുന്ന വാർത്തയ്ക്കാണ് പ്രഭാത കേരളം സാക്ഷിയായിരിക്കുന്നത്. ഈ കൊലപാതക പരമ്പരകൾക്ക് പിന്നിൽ ആരാണ്, ഏത് സംഘടനയാണ് എന്ന ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെയും കൃത്യമായ മറുപടി അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നോ ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രിയിൽ നിന്നോ ലഭിച്ചിട്ടില്ല എന്നത് ഖേദകരമാണ്. ആദ്യം കൊല ചെയ്യപ്പെട്ട ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ മഹാദേവന്റെ കേസ് അന്വേഷിച്ച CI വർക്കിയെ SI ബാബുരാജിന്റെ കൊലപാതകത്തോടെ മാറ്റി. പകരം വന്ന CI ജോഷി മാത്യുവിന്റെ അന്വേഷണം പുരോഗമിക്കവെയാണ് CI വർക്കിയുടെ ദാരുണാന്ത്യം. ഈ കൊലപാതക പരമ്പരകളെ രാഷ്ട്രീയ കേരളം എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് വ്യക്തമാക്കുന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ വാക്ക്.
ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ നടന്നിരിക്കുന്ന 3 കൊലപാതകങ്ങളും. ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്തുള്ളവർക്ക് പോലും സുരക്ഷ ഇല്ല എങ്കിൽ സാധാരണക്കാരന്റെ സ്ഥിതി എന്താണ് ഇവിടെ? ഒരു ഭാഗത്ത് പുലിയും കടുവിറങ്ങി ആടുമാടുകളെ കൊന്നൊടുക്കുന്നു. ഇവിടെ ആരെന്ന് പോലും അറിയാത്ത ചിലർ കശാപ്പുകാരെ പോലെ വെട്ടുകൊലയുമായി നടക്കുന്നു. ഇതൊന്നും കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഞങ്ങളെ കിട്ടില്ല. മുഖ്യമന്ത്രി രാജിവെക്കുന്നതുവരെ കേരളത്തിലുടനീളം ഞങ്ങൾ പ്രക്ഷോഭപരമായ സമരമുറകളുമായി മുന്നോട്ട് പോകുമെന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി രാജിവെച്ചേ പറ്റൂ. ഘടകകക്ഷികളുമായി കൂടിയാലോചിച്ചതിന് ശേഷം തുടർ നടപടികൾ ഉണ്ടായിരിക്കുന്നതാണ്. തനിക്കൊരു ചായ കിട്ടുമോ? നോ സർ. അവന്മാരുടെ അടുത്ത് തരാനായിരിക്കും. വല്ല മാവോയിസ്റ്റോ നക്സലൈറ്റോ അതോ ഇനി വേറെ വല്ല സാധനം? എടോ ഇതെങ്ങനെ അവസാനിക്കുന്നുള്ള കാര്യത്തിലെങ്കിലും എനിക്ക് ഐഡിയ ഉണ്ടോ? സർ അടുത്ത 48 മണിക്കൂർ. എടോ താൻ വെറുതെ വിടുവായത്തിലും പറയാതെ നാവിട്ടടിക്കാതെ ചെയ്ത് കാണിക്കും. സർ കുറച്ച് സമയം കൂടി എനിക്ക്. ഓ സർ, ജോഷി, മുഖ്യമന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിന്ന് കാലത്ത് തന്നെ അയാളുടെ പരിഹാസം കേട്ട് ഇറങ്ങിയതേ ഉള്ളൂ ഞാൻ. എന്താണ് തന്റെ അടുത്ത മൂവ്മെന്റ്? സാർ, ഞാൻ രാത്രി കൂടുതൽ ഫോഴ്സായിട്ട് കണ്ണൂരിന്നോ കോഴിക്കോടുന്നോ കിട്ടാവുന്ന ഫോഴ്സിനൊക്കെ വിളിച്ച് കാടും നാടും നഗരം അരിച്ചു പെറുക്കണം. സംശയം തോന്നുന്നു ഒരുത്തിനെ പോലും വെറുതെ വിടാൻ പാടില്ല. സർ, ഇന്നത്തോടെ തീരുമാനമായില്ലെങ്കിൽ ജോഷി, ഐ വിൽ മേക്ക് എ സ്ട്രോങ് ഡിസിഷൻ. പിന്നെ ഞാൻ ഇറങ്ങും, നാട്ടിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നത് പോലെ. എന്തോന്നാണ് ഇത്? മരം മുറിച്ചു കടത്തുന്നവരെയും മാനിനെ വേട്ടയാടുന്നവരെയും വാറ്റുകാരെയും പിടിക്കാനാണോ താൻ ഈ ഫോഴ്സിലേക്ക് കൂട്ടി കാട്ടിലലഞ്ഞത്? ഏയ്, അതിലൊക്കെ ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. എനിക്ക് വേണ്ടത് അവരെയാണ്, മനസ്സിലായല്ലോ? സാറേ, വെറുതെ കിടന്ന് ചൂടായിട്ട് ഒരു കാര്യമില്ല. സാറ് വിചാരിക്കുന്ന പോലെ അവരെ നക്സലൈറ്റോ മാവോയിസ്റ്റോ ഒന്നുമല്ല. പിന്നെ സാറേ, ഞാൻ അന്നേ പറഞ്ഞല്ലോ, ദിസ് ഇസ് എ ക്ലിയർ കേസ് ഓഫ് പേഴ്സണൽ റിലേഷൻ.
ഒന്നില്ലെങ്കിൽ ഇവരിലൊക്കെ പോലെ ഒരാൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. ആറ് വിചാരിക്കുന്ന പോലെ ഇവർ ഈ ഉൾക്കാട്ടിലൊന്നല്ല താമസിക്കുന്നത്. ഇവിടെ അടുത്ത് ഏതെങ്കിലും ഒരു ആദിവാസി ഊര് അവരുടെയൊക്കെ സഹായത്തോടെ, അല്ലെങ്കിൽ അവരൊരാളായിട്ട് നമ്മളെയൊക്കെ വിഡ്ഢികളായിക്കൊണ്ടിരിക്കുകയാണ്. സർ, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. സർ, എനിക്കിതിൽ പ്രത്യേകിച്ചൊന്നും. സീ ദിസ് ഫിറോസ്. സർ. ഇത് CSR കൊല്ലപ്പെട്ട സ്പോട്ടിൽ നിന്നെടുത്ത ഫോട്ടോസാണ്. അതെ സർ. ഇവിടെ അങ്ങിങ്ങായിട്ട് ചിതറിക്കിടക്കുന്ന കുപ്പിച്ചിലുകൾ കണ്ടോ? സർ, ഇത് അന്ന് അവിടെ നടന്ന സ്ട്രഗിളിനിടയിൽ CSRന്റെ കയ്യിൽ നിന്ന് മദ്യക്കുപ്പി നിലത്തുകൊണ്ട് പൊട്ടിയതാവില്ല. ആവാം. താൻ ഒന്നും കൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കി. അതിൽ ചില ഗ്ലാസ് പീസുകളിൽ മാത്രം ഉറുമ്പ് പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ്. മാത്രമല്ല, എല്ലാ ഗ്ലാസ് പീസുകളിലും ഉറുമ്പ് പറ്റിപ്പിടിച്ചിരിക്കുന്നില്ല. പ്രത്യേക കളറിലുള്ള ഗ്ലാസ് പീസുകളിലും മാത്രം. യെസ്, സാർ പറഞ്ഞ കറക്റ്റാണ്. ഈ പച്ച നിറമുള്ള കുപ്പികളിൽ മാത്രമാണ് ഉറുമ്പുകൾ കൂടി നിൽക്കുന്നത്. യെസ്. പക്ഷെ സാർ, ഇതിൽ നിന്ന് നമ്മളെങ്ങനെ? ഫിറോസെ, സർ, ആൽക്കോഹോൾ കണ്ടന്റുള്ള ദ്രാവകത്തിൽ ഉറുമ്പുകൾ പതിയെ വന്നേക്കാം. എന്നാൽ എക്സ്ട്രീംലി ഫാസ്റ്റ് ആയിട്ട് ഉറുമ്പുകൾ അട്രാക്ട് ചെയ്യുന്ന ദ്രാവകം ഏതായിരിക്കും? സാർ, അതിപ്പോ ഷുഗർ കണ്ടന്റുള്ള എന്ത് വേണമെങ്കിലും ആവാം. ലൈക്ക് തേൻ പോലുള്ള എന്തെങ്കിലും. കുറ്റവാളികൾ നമ്മൾ ഇതുവരെ കണ്ടു കഴിഞ്ഞു ഫിറോസ്. സർ, പക്ഷെ അവരെന്തിനാ? നമുക്ക് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നല്ലേ നല്ലത്. അവർ സെക്കൻഡ് ഇന്നിംഗ് സ്റ്റാർട്ട്സ്. എന്താ മോളെ? പെറ്റ മക്കളെ പോലെയല്ലേ നീയും അവളൊക്കെ? എന്താടാ ഇത്? ഇത് മാറ്റർ നീ തലയിട വേണം. തലയിടും. അവള് എന്റെ പെണ്ണാ. അവളെ മുതൽ ആസപ്പെട്ടത് നാന്താ. അതല്ല ഞാൻ വെച്ചത്. എന്താ എന്താ തോന്നുന്നു? പോലീസാ?